റെസിപ്പി നോക്കിയാലോ? അതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് അത് നോക്കാം. മുട്ട വേണം, ക്യാരറ്റ് വേണം, സവാള വേണം, പിന്നെ ടൊമാറ്റോ വേണം, മല്ലിച്ചപ്പ് വേണം, പിന്നെ വന്ന് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ വന്ന് ബ്രെഡും വേണം. ഇതെല്ലാം കുനുകുനായിട്ടായിരുന്നു. ആദ്യം ഒരു പാൻ എടുത്തു, കുറച്ച് ഓയിൽ ഒഴിച്ചു, പിന്നെ കുറച്ച് സവാള ഇട്ടു, പിന്നെ പുഴുങ്ങി വിട്ട് അതുപോലെ തന്നെ അതിലിട്ട് നന്നായിട്ട് ചിക്കി കൊടുക്കുക. പിന്നെ ആ പൊടികളെടുക്കുക, നന്നായിട്ട് കടുവറ ചെന്ന് നന്നായിട്ട് വറുത്തിട്ട് എന്ത് ചെയ്യണം, പിന്നെ ഉപ്പിടാൻ മറക്കരുത് കേട്ടോ, എങ്കിൽ പണി പാളും. എന്നിട്ട് ഇതെല്ലാം കൂടി മയണൈസ് കൂടെ വേണം, ഞാൻ പറയാൻ പറഞ്ഞു. ആ മയണൈസാണ് നമ്മുടെ പ്രധാന താരം. അപ്പോൾ ഈ മയണൈസിലോട്ട് നമ്മൾ ചിക്കി വെച്ച മുട്ടയൊക്കെ ഒന്ന് നന്നായിട്ട് ഇടുക. പൊടികളിടുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. പിന്നെ ഈ ചിക്കി വെച്ച മുട്ട ഈ മയണൈസ് കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. പിന്നെ വന്ന് ഇതൊരു 10 മിനിറ്റ് പോലും വേണ്ട. നമ്മൾ ഈ കട്ട് ചെയ്ത് വയ്ക്കാനുള്ള താമസം മാത്രമേ ഉള്ളൂ. കട്ട് ചെയ്ത് വെച്ചാൽ പെട്ടെന്ന് നോട്ടി ഇടയിൽ നമുക്ക് റെഡിയാക്കി എടുക്കാം. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ മയണൈസ് അത്ര ഹെൽത്തി അല്ല, അതുകൊണ്ട് വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി കിടില റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ കുനുകുനാ അരിഞ്ഞു വെച്ച സാധനങ്ങളെല്ലാം, സാമഗ്രികളെല്ലാം ഞാൻ അതേ ബൗളിലോട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് നന്നായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് ഉപ്പ് കൂടെ ഒന്ന് ചെക്ക് ചെയ്തേക്കണം. അങ്ങനെ ഞാൻ ഉടുപ്പെല്ലാം ചെക്ക് ചെയ്ത് എല്ലാം കറക്റ്റ് പാകത്തിനുണ്ട്. ഇനി വേറെ ഒന്നുമില്ല, ബ്രെഡ് കട്ട് ചെയ്ത് വയ്ക്കുക, 2ആയിട്ട് കട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ ആ സൂപ്പർ മിക്സ് ഇതിലോട്ട് അപ്ലൈ ചെയ്യുക. എല്ലാം നന്നായിട്ട് അപ്ലൈ ചെയ്യുക. ഇവിടെ തോപ്പിക്കുട്ടന് നന്നായിട്ട് ഉമ്മച്ചി ഇടുന്നതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട്, തോപ്പിക്കുട്ടിക്ക് വേണ്ടിയാണ് ഈ സംഭവം ഉണ്ടാക്കുന്നത്, തോപ്പിക്കുട്ടിയുടെ ഫേവറേറ്റ്. അങ്ങനെ ഞാൻ അത് വെച്ചിട്ടുണ്ട്. 2 സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഞാൻ അത് കട്ട് ചെയ്ത് ഇവിടെ കാണിക്കുന്നുണ്ട്. സൂപ്പറാണ്. ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ. തോപ്പിക്ക് ഇടയ്ക്ക് കൊടുത്തു, ഇനി ഞാൻ ഒന്ന് കഴിച്ചു നോക്കട്ടെ. സൂപ്പർ ടേസ്റ്റിയാണ്. അത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്യൂ. ഈസി റെസിപ്പിയാണ്. ചിക്കൻ, മട്ടൻ, ബീഫ് എന്ത് വേണമെങ്കിലും നമുക്ക്